പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുവരെ കുടുംബത്തിന് പ്രിയപ്പെട്ടവനാണ്, അവർക്കെല്ലാം എല്ലാമാണ്. ആ നാട് ഒന്നടങ്കം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് അൽ അമീൻ എന്നാണ്. മറിച്ചൊരു അഭിപ്രായം അവർക്കിടയിൽ ആർക്കുമില്ല. അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങുകയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ താക്കീർ നൽകണം. കുടുംബബന്ധം തകരും, മുത്താപ്പയും എളാപ്പയും എതിരാകും, എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്കെതിരാകും, അതുകൊണ്ട് മൂടി വെക്കണം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചത്. ഇത് ബാധ്യതയാണ്. കുടുംബം എതിരായാലും കുടുംബത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ സത്യം ജനങ്ങളോട് പറഞ്ഞേ തീരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബത്തെ മുഴുവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, ഭക്ഷണം നൽകി, നല്ല പാനീയങ്ങൾ ഒരുക്കി, തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരംഭിക്കുകയാണ്. അബൂലഹബ് പ്രതികരിച്ചു. അവരൊന്നടങ്കം ഇറങ്ങിപ്പോയി. രണ്ടാമതും കുടുംബത്തെ വിളിച്ചു. കുടുംബത്തോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്ത് തിന്മകൾ നടക്കുമ്പോഴും, എത്ര ശക്തമായ ശിർക്ക് കാണുമ്പോഴും കുടുംബമല്ലേ, പ്രിയപ്പെട്ടവരല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കലല്ല. അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ? അവരെ തൗഹീദിലേക്ക് വിളിക്കാൻ, നരകത്തിന്റെ വടിയിൽ നിന്ന് സ്വർഗത്തിന്റെ വടിയിലേക്ക് ക്ഷണിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വിളിച്ചു. സൊഫയുടെ മുകളിൽ കയറി, വാ സ്വബാഹ, ഇതാ ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കുടുംബത്തിലെ ഓരോ ആളുകളെയും വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം, തൗഹീദിന്റെ സന്ദേശം തന്റെ കുടുംബത്തോട് പറയുകയാണ്. അന്നു മുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.